കാലത്ത് ഒരു വാദം ജയിക്കാൻ ചിന്തയും അറിവും യുക്തിയും മതിയായിരുന്നു. ആശയങ്ങൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. എതിർപ്പുകൾ ശക്തമായിരുന്നു. പക്ഷെ പലപ്പോഴും ഭാഷയ്ക്ക് ഒരു പരിധിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ആദ്യം കാണുന്നത് ആശയങ്ങളെക്കാൾ അസഭ്യവാക്കുകളാണ്. രാഷ്ട്രീയം, സിനിമ, കായികം, മതം, വിഷയം എന്തു തന്നെയായാലും അഭിപ്രായ വ്യത്യാസം വന്നാൽ ആദ്യം പുറത്തു വരുന്നത് വസ്തുതകളല്ല, അധിക്ഷേപങ്ങളാണ്. ഒരു ചോദ്യം ഉയരുന്നു: അസഭ്യം പറയുന്നതാണോ ഇപ്പോൾ ധൈര്യത്തിന്റെ പുതിയ നിർവചനം? ഇത് ചിലർക്ക് തോന്നുന്നത് എത്ര കടുത്ത ഭാഷ ഉപയോഗിക്കുന്നുവോ അത്രയും ധൈര്യശാലിയാണെന്ന പ്രതിച്ഛായ ലഭിക്കുമെന്നാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളിലും ഷെയറുകളിലും വൈറൽ വീഡിയോകളിലും ഈ പ്രവണതയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒരാളെ വിമർശിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിന്റെ ആശയത്തെ വിമർശിക്കണമായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ആശയത്തെ വിട്ട് വ്യക്തിയെ ആക്രമിക്കുന്ന രീതിയാണ് കാണുന്നത്. വാദങ്ങൾക്ക് പകരം അധിക്ഷേപം, തെളിവുകൾക്ക് പകരം അസഭ്യം. ഇത് സമൂഹത്തിന്റെ ആരോഗ്യകരമായ സംവാദ സംസ്കാരത്തിന്റെ ഗുണം ചെയ്യുമോ? സിനിമയിലും വെബ് സീരീസുകളിലും ഈ മാറ്റം പ്രകടമാണ്. റിയലിസ്റ്റിക് എന്ന പേരിൽ അസഭ്യവാക്കുകൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ചിലർ അങ്ങനെ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു വിഭാഗത്തിന്റെ സംസാര ശൈലി മുഴുവൻ സമൂഹത്തിന്റെ മാനദണ്ഡമാക്കേണ്ടതുണ്ടോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സിനിമ സമൂഹത്തെ മാത്രമല്ല പ്രതിഫലിക്കുന്നത്, സമൂഹത്തെയും സ്വാധീനിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഈ കാലത്ത് അവർ കേൾക്കുന്ന ഭാഷ അവരുടെ സംസാര ശൈലിയും ബാധിക്കുമെന്ന ആശങ്കയും പലരും പങ്കുവയ്ക്കുന്നു. ഇവിടെ മറ്റൊരു പ്രധാന വിഷയമുണ്ട്: അഭിപ്രായ സ്വാതന്ത്ര്യം. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അടിസ്ഥാന അവകാശമാണ്. ഓരോ വ്യക്തിക്കും സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ അവകാശമുണ്ട്. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. നിയമവും ഭരണഘടനയും അതൊന്നും പറയുന്നില്ല. ശക്തമായ വിമർശനം നടത്താം, കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കാം, രാഷ്ട്രീയ നേതാക്കളെയും സർക്കാരിനെയും സിനിമയെയും മാധ്യമങ്ങളെയും വിമർശിക്കാം. പക്ഷെ അതെല്ലാം മാന്യമായ ഭാഷയിലും ചെയ്യാൻ സാധിക്കും. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഏറ്റവും വലിയ ചിന്തകരും നേതാക്കളും എഴുത്തുകാരും നടത്തിയ വിമർശനങ്ങൾ പലപ്പോഴും കടുത്തതായിരുന്നു. എന്നാൽ അവയുടെ ശക്തി അസഭ്യവാക്കുകളിലല്ല, ആശയങ്ങളിലായിരുന്നു. കാരണം ഭാഷയുടെ നിലവാരം പലപ്പോഴും ചിന്തയുടെ നിലവാരവും പ്രതിഫലിക്കുന്നു. ഒരു സമൂഹത്തിന്റെ സംസ്കാരം തിരിച്ചറിയാൻ അതിന്റെ ഭാഷ മാത്രം മതി എന്ന് പറയാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തെയും സമൂഹത്തിന്റെ സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ അഭിപ്രായങ്ങൾ ഉയരുന്നതിനൊപ്പം നമ്മുടെ ഭാഷയും ഉയരേണ്ടതുണ്ട്. അവസാനം ഒരു ചോദ്യം നിങ്ങളോടാണ്: ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ മാറ്റം ഇന്ന് കാലത്തിന്റെ സ്വാഭാവിക പരിണാമമാണോ, അല്ലെങ്കിൽ സംവാദത്തിന്റെ നിലവാരം താഴോട്ട് പോകുന്നതിന്റെ സൂചനയാണോ? പക്ഷെ ഒരു അഭ്യർത്ഥന മാത്രം: പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്. കാരണം അഭിപ്രായം വ്യത്യസ്തമായിരിക്കും, എന്നാൽ സംസ്കാരവും പരസ്പര ബഹുമാനവും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല.